ഇല്ല ഇല്ല. നിങ്ങളെ സൗണ്ടൊക്കെ കുറച്ചുകൂടെ ഉറച്ച് പറയാം എല്ലാവരും. ഓ ശരി. ഹായ് ഹൈ ഹൈ സ്റ്റാർട്ട് ചെയ്യാം. ഓ റെഡി എടുക്കാൻ പറ്റുള്ള. ശരിയാണ്. ഞാൻ ഇതെടുത്തില്ലെന്ന് തോന്നുന്നു കോൺട്രാക്ട്. അല്ലേ കോൺട്രാക്ട് ഇപ്പുറത്തല്ലേ എടുക്കണ? മിഷൻ അതാ ആടല്ല മിഷൻ പറഞ്ഞ സുഖമുള്ളൂ. അല്ല അതെന്തോ പ്രാർത്ഥന കറക്റ്റ് എന്തോ കണ്ടുപിടിക്കണ്ടേ, എങ്കിലല്ലേ പറ്റൂ. ഇനി അടുത്ത അല്ല ഒബ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് പ്രാർത്ഥന എന്തോ കറക്റ്റ് ഗസ് ചെയ്യണം, എങ്കിലേ പറ്റൂ. എങ്കിലേ അത് പാസ് എന്തോ അങ്ങനെ എന്തോ ആണ്. ആര് വന്നത്? സ്വാണായത്. ഹലോ. അവന്റെ തോളിലൊക്കെ ഇരിക്കുന്നു ടോർച്ച്. എല്ലാരും തോളിലാ ടോർച്ചൊക്കെ വെച്ചിരിക്കണം. അതൊക്കെ ഓണാക്കി ഒന്നും വരുന്നില്ല. അതാണ്ട് എടാ ടോർച്ച് എടുക്കണില്ല എന്റെ. ഹലോ അമ്മ. ഓ വേറെന്തൊരു കുരിശ് അതെന്തോ ഹണ്ട് ചെയ്യൂല പിന്നെ അങ്ങനെ എന്തോ. കുരിശ് അവിടെ ഇടണം, അതിന്റെ മുറിയിലിടണം, പ്രാതമുള്ള മുറിയിലിടണം. ഗെറ്റ് ആൻ ആവറേജ് സാനിറ്റി, എല്ലാവരെയും സാനിറ്റി 25 താഴണം. ഹാവ് എ മെമ്പർ ഓഫ് ഗോസ്റ്റ് ഇവന്റ് വിറ്റ്നസ് ചെയ്യണം. ഹാവ് എ മെമ്പർ ഓഫ് യുവർ ടീം എസ്കേപ്പ് ദ ഗോസ്റ്റ് ഡ്യൂറിങ് ഹണ്ട്. ഓക്കെ അത്ര തന്നെ. ഈ താക്കോൽ എടുക്കണം. കീവ് നിൽക്കുക ആദ്യം വല്ല എക്യുപ്മെൻ്റ് എടുത്തിട്ട് ടോർച്ച് വരും. ടോർച്ച് തന്നെ വെച്ചിരിക്കണമെന്നില്ല. വേറെ വല്ല എക്യുപ്മെൻ്റ് എടുത്തിട്ട് ടീ എടുക്കുക. ടീ തൊട്ടടുത്തിരുന്നാലും മര്യാദയ്ക്ക് വരണില്ലേ? നിന്റെ വേറെ ഫ്ലാഷ് ഉള്ള സാധനമാണോ ഇരിക്കുന്നത്? ടോർച്ച് എടുത്താ നീ ഇൻവെന്ററിയില്? നീ ടോർച്ച് എടുക്കണം. വരണം ഒരു ടോർച്ച് എടുക്കണം ഇൻവെന്ററിയില്. പ്രോക്സിമിറ്റി കുറവാണ്. എടാ കുരിശ് കയ്യിൽ പിടിച്ചിട്ട് കാര്യമില്ല കേട്ടാ. ടോർച്ച് ദാണ്ട ഇത് ഇരുമ്പിന്റെ ഇത് താക്കോലെടുത്ത് ഇതെങ്ങനെ തുറക്കണ? ക്ലിക്കാ? ഞാൻ എടുത്തില്ല. ഇതിന്റെ അകത്തെന്തോ വിളിക്കാൻ പറ്റും ഇങ്ങനത്തെ സാധനത്തിന്റെ അകത്തെന്തോ ഹണ്ട് തുടങ്ങുമ്പോ. ഹലോ ഹലോ ഞാൻ ഇവിടെ ഇങ്ങുണ്ട്. ഇവിടെ ലൈറ്റ് ഒന്നും കാണാവണില്ല. എല്ലാടേ പോയാലോ? ഒറ്റയ്ക്ക് പോയാലോ? പേടിയാണ്. ലൈറ്റ് ഓൺ ആവണില്ല. ലൈറ്റ് എങ്ങനെ ഓൺ ആക്കണേ?
മറ്റേ കറണ്ട് സപ്ലൈ ഇല്ലെന്ന് തോന്നുന്നു. എന്റെ കോസ്റ്റ് മീറ്റർ ഉണ്ട്, പക്ഷേ അതിനകത്ത് മീറ്റർ ഒന്നും ഇല്ല, കാണിക്കണില്ല. ഇവിടെ ഒന്നും ഇല്ല പ്രാവം. മറ്റേ ആ മീറ്റർ എന്റെ മറ്റേ EMF അടിക്കും പ്രാവം വരുമ്പോ. ആ ഇങ്ങോട്ട് കുറച്ചനങ്ങി. പേടിയുണ്ടോ അവിടെ? ഇല്ല ജംസ്കെയറിന്റെ പേടിയല്ലേ? ഇതെന്ത് റൂം ഇതിനകത്താണോ? ആവശ്യം എനിക്ക് എന്താ പേടിയല്ലേ? ഒറ്റയ്ക്ക് പോകുമ്പോ സൗണ്ട് കേൾക്കൂല. അതെ എനിക്കും പേടിയാണ്. അത് പറഞ്ഞിട്ടേക്ക് എനിക്ക് ഒരു ഗെയിമും കളിച്ച് പേടി വന്നിട്ടില്ല ഇതുവരെ. മറ്റേ ഗെയിം കളിക്കാം. ഞാൻ ഔട്ട് ലാസ്റ്റ് കളിച്ചോളാം. കിട്ടില്ല ഗെയിമാണ് പേടി വരുന്നതിന് ഫുള്ള് ഇതാണ്. ഞാൻ പിന്നെ മറ്റേ ഇവിടെ മറ്റേ ഇത് പാർട്ടി നടത്തിക്കണ്ടല്ലേ ഇരിക്കണ റൂമിൽ. എന്റെ റൂമിൽ ആരും ഇല്ല. അതാണ് നമ്മളെ കണ്ടിട്ട് പേടിച്ചു പോയല്ലോ. എനിക്ക് ഇറക്കിവിടാ. ഓ അതാണ്ട് ഇവിടെ ചാർലി ചാപ്ലിൻ. മറ്റേ അങ്ങേര് ചാർലി ചാപ്ലിൻ പോലത്തെ സാധനം. വേണ്ട കഴിക്കാൻ പ്രാർത്ഥന കാണാനൊന്നുമില്ലല്ലേ? അങ്ങോട്ടേ നോക്കിയല്ലേ ഞാൻ ആർക്കും ഉണ്ടാക്കാമേ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലേ എടീ? മുകളിലത്തെ ഫ്ലോർ ഉണ്ടോ? മുകളിൽ പ്രാർത്ഥന പേരറിയാമോ? എനിക്ക് പേര് വിളിച്ചല്ലോ ഇവിടേക്കായിരുന്നു. സഹോദരിയോ സഹോദരനോ ആയ മരിച്ച യുവാവോ യുവതിയോ ആയ പുരുഷനോ സ്ത്രീയോ ആയ വ്യക്തി വന്നാണ് ഇങ്ങോട്ട്. എന്നെ നടുക്ക് നിർത്താൻ. യോ സിസ്റ്റർ മിസ്റ്റർ മാൻ വുമൺ കം ഹിയർ പ്ലീസ് പ്ലീസ്. വി നോ ഹാർം വി പീസ്ഫുൾ വി ത്രീ ക്രൗച്ച്. ഹലോ നെയ്ബർ കളിച്ചില്ലേ? ഹലോ നെയ്ബറാ. നിന്റെ മോൻ കണ്ട് പേടിച്ചോ? എന്താ അലമാരൊക്കെ എന്റെ വീട്ടിലൊന്നും കാണുന്നില്ല. ചോൻ അടിച്ചവിടെ എവിടെ ചോൻ പഠിച്ചു? ആ അവന്റെ എടാ എന്നെ പിടിച്ചു. ഇതറിയാൻ പറ്റും. ഇതിലറിയാൻ ഇറങ്ങി നോക്കിക്കണം. എന്റെ സൗണ്ട് കേൾക്കാം മാടി. ഒബ്ജക്റ്റീവ് കഴിഞ്ഞാ നോക്കണോ? ഹാവ് മെമ്പർ ഓഫ് യുവർ ടീം വിറ്റ്നസ് എ പോസിബിലിറ്റി. അവൻ ചത്തില്ല അതുപോലെ. ഇനി രണ്ട് ഒബ്ജക്റ്റ് കിടക്കല്ലേ? ഒരാൾ ഗോസ്റ്റ് ഹണ്ട് തുടങ്ങുമ്പോ ഒരാൾ എസ്കേപ്പ് ചെയ്യണം. പിന്നെ മെമ്പർ ഓഫ് യുവർ ടീം വിറ്റ്നസ് ഗോസ്റ്റ് ഇവന്റ് കാണാൻ ഇല്ല ജീവ. നീ കൂടെ കാണണം. പ്രേതത്തിനെ കാണണം. നമ്മൾ വിറ്റ്നസ് ചെയ്യണം. ഇതിന്റെ ഹണ്ട് തുടങ്ങുമ്പോ ഇറങ്ങി ഓടണം. കേക്കാല്ലോ ചത്തവരെ സൗണ്ട് കേൾക്കൂല ഏട്ടാ ഗെയിമില്. ആ നിങ്ങൾ പറയണ കേക്കാം. നീ എങ്ങനെ ചത്തേ?
എന്നെ പ്രായം ഒന്ന് പിടിച്ചു, ഒരാളെ പ്രായം ഒരു സമയത്ത് പിടിക്കുള്ളൂ കേട്ടാ. ഇതോ വരണം ബേസ്മെന്റിൽ നിന്ന് വരണം, ഓടി വരണം. ആരെ പിടിച്ച് അവനെ പിടിച്ച് ഇതേടാ കണ്ടുപിടിയടാ പെണ്ണടാ മൊരയെ കൊണ്ടാ പോയി കണ്ടുപിടിയടാ. അത് മറ്റേ ആദ്യം മറ്റേ ഇത് വെച്ച് അവൻ ചത്തില്ലേ എടാ അവനടാ അമ്മനടാ പ്രാതം. മറ്റേ റിപ്പോർട്ട് ചെയ്യും മറ്റേ ക്രൂമേറ്റ് ഇമ്പോ സാധാരണ ഇതടാ പ്രാതോടാ. ഓടാ അവന്തോ മതിന്റെ അകത്തൂടെ ഒക്കെ പോട്. ഓ ഞാനും പോണ് കേട്ടാ. ഓ നമ്മള് രണ്ടും പ്രായം തന്നെ. നമ്മളിപ്പോ ടീമാണ് കേട്ടാ. ഇവിടെ ഒന്നും ഇല്ല. തുറന്ന് കേറാ ഫ്രണ്ട്സ്. ഒന്നുമില്ലെങ്കിൽ ചാവും, അല്ലെങ്കിൽ വല്ലതൊക്കെ ചെയ്യും. ഇറങ്ങാന്ന് എന്തൊക്കെയൊക്കെ ചെയ്യും. ലൈറ്റ് കാണാൻ ലൈറ്റ് അണച്ചിട്ട് കളിയാടാ, അതാണ് ഒരു രസം. മോണിറ്റർ കാണാൻ. ഇനി എന്ത് ചെയ്യണം? അമ്മലേ ഇത് എന്ത് ചെയ്യണം ഇനി? ഇനിയും മറ്റേ എന്റെ EMF ഇട്. EMS എന്റെ ഇരിപ്പുണ്ട്. മറ്റേ ഗോസ്റ്റ് മീറ്റർ ആണ്. ഗോസ്റ്റ് മീറ്റർ നീ എടുത്താണ് എന്റെ കയ്യിരിപ്പുണ്ട്. ഒരു ആരോ ഒരു ഇതൊക്കെ ഉണ്ട്, എന്റെ കോമ്പസ് ഒക്കെ ഉണ്ട്. അത് ഓൺ തന്നെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവും. അത് അനങ്ങണ ഒരു മുറിയിൽ പോ. കണ്ടില്ല, അടങ്ങനെ ഡയറക്ഷൻ പോണോ? നിന്റെ മിഷൻ പറഞ്ഞുതരാം. നീ പ്രയത്നം കാണണം. നിന്റെ പ്രയത്നം കണ്ടു തുടങ്ങുമ്പോ നീ ഇറങ്ങി ഓടുകയും ചെയ്യണം. എസ്കേപ്പ് ചെയ്യണം. അതൊരു മിഷൻ. ഒന്നേ തുടങ്ങാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിലേക്ക് ചാവും, അല്ലെങ്കിൽ ഇത് പേടിച്ചെത്തേ ചത്തില്ലേ? ചത്താ? ആ ഉണ്ട്. ഷിഫ്റ്റേക്ക് ഓടണോടാ, ഷിഫ്റ്റേക്ക് ഓടണം. തുറന്നിട്ടാ മതി. ഇനി പിന്നെ അവൻ വരുമ്പോ എങ്ങനെ ഓടും? അത് ഒളിക്കണം, എവിടെ ഒളിക്കണം നമ്മള്. ഫോട്ടോസ് ലെവൽ 2 ഇപ്പഴും കളിക്കാറായില്ല നമ്മള്. ഇത് തീർത്താലേ പറ്റും. ആ പ്രാർത്ഥന ഗസ് ചെയ്യണോടാ നമ്മള് കറക്റ്റ് ഏന്ന് എങ്കിലേ തീരും. ഞാൻ പണ്ട് ബ്ലെയർ കുറെ കളിച്ചിട്ടുണ്ട്. മറ്റേ യൂറി മോറി അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലേ, അത് ഗസ് ചെയ്യണം. ഡിസ്കോൾ മൈക്ക് മ്യൂട്ട് ചെയ്യണോ? മ്യൂട്ട് ആദ്യം ചാണണ്ട കേട്ടോ, നല്ലത്. ഞാൻ ഇവിടെ ലൈറ്റ് വാങ്ങിച്ച് ചില്ലായിട്ട് കളയുന്നു. EMF എന്നാണ് ഒരു EMF എനിക്ക് തന്നെ. അതല്ല, നീ ജേവ് ദിക്ക്. അല്ല, നീ ജേവ് ദിക്കുമ്പോ എവിഡൻസ് കണ്ടാ? കേക്കാമോ? നീ ജയനിക്ക് നോക്ക്. പോയാടി എല്ലാരും. ഹലോ, കേട്ടൂടെ? കേട്ടൂടെ? ഹലോ ആ ജയനക്ക് ജയനക്ക് അല്ല, കുരിശ് വെച്ചിട്ട് കാര്യമില്ല. പോയാലോ?
കുരിശ് പ്രായമുള്ള മുറി കണ്ടുപിടിച്ചിട്ട് അവിടെ ഇടണം. അപ്പൊ ഈ ഹണ്ട് ചെയ്യണ ചെയ്യൂല, അത് ഒരു വട്ടം ഹണ്ട് ചെയ്യൂല. പിന്നെ ഇതെന്തോ അതെന്തോ പ്രായത്തിന്റെ എന്തോ വ്യൂ എന്തോ കാണാൻ ഉപ്പ് എടുത്ത വരത്തില്ലെന്ന് തോന്നുന്നു. ഉപ്പ് ക്രോസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതില് നടക്കും, പ്രായം നടക്കും. അതിൽ അത് എവിടെ ചിലപ്പോ ഒബ്ജക്റ്റീവ് വരും. അല്ല, നീ ജേനൊക്കെയാണ്. ജെ ഒരു ബുക്ക് തുറന്നാ അതിൽ എവിഡൻസ് കണ്ടാ? ആ എവിഡൻസിൽ 3 എവിഡൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഏതെങ്കിലും 3 കിട്ടുമ്പം കണ്ട അവിടെ ഏതെങ്കിലും ഗോസ്റ്റ് വരും. കണ്ട ഏതെങ്കിലും 3 നിൽക്കുമ്പോ കണ്ട അങ്ങനെ ഏതെങ്കിലും 3 കണ്ടുപിടിച്ചിട്ട് ഏത് ഗോസ്റ്റ് എന്ന് ഗസ് ചെയ്തിട്ട് പോകണം. അതാണ് അല്ല, അൾട്രാ വയലറ്റ് ഇത് ഈ ചെറിയ ഇതിൽ പക്ഷെ സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? നമുക്ക് ഡിസ്കോഡ് ചെയ്താൽ നമുക്ക് ഡിസ്കോഡിലെ മൈക്ക് തന്നെ ഉപയോഗിച്ചാലോ? ഇതിലെ സൗണ്ട് ഒന്നും ക്ലിയർ അല്ല. അവന്റെ പ്രിൻസിന്റെ ഒന്നും കേട്ടുകൂടാ, അവൻ പറയണമല്ലോ. എനിക്ക് കേട്ടുകൂടാ പ്രിൻസിന്റെ സൗണ്ട്. എന്റെ ഇത് ഇരിക്കണം, 3 സാധനങ്ങൾ ഇരിക്കണം. പിന്നീട് ഒന്ന് എടുക്കാം. ടെമ്പറേച്ചർ ആണ് ആദ്യം. ഇത്രയും കൊണ്ട് പോവാം നമുക്ക്. കേട്ടുകൂടിയാലോ? ഇല്ല ഇല്ല, നീ പറയണൊന്നും കേട്ടുകൂടിയായിരുന്നു. നീ എന്റെ വോളിയം കൂട്ടിട്ട് തന്നെ ഇട്ടേക്കണത്. ഏത് ഗെയിമിൽ കൂട്ടാൻ പറ്റുമോ? ഗെയിമിൽ എസ്കേപ്പ് ഒക്കെ നോക്കിയാണ് എന്റെ പേരിൽ അവിടെ രണ്ടുപേരും സെയിം തന്നെ കിടക്കണം. ഇതിനകത്ത് എങ്ങനെ മ്യൂട്ട് ചെയ്യണത്? ഓപ്ഷൻ നമ്മളെ മ്യൂട്ട് ചെയ്യണം, നമ്മളെ തന്നെ മ്യൂട്ട്. എവിടെ മ്യൂട്ട് ചെയ്യണം? എസ്കേപ്പ് ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ മ്യൂട്ട് ചെയ്തിട്ട് ഗെയിമിന്റെ അകത്താ ഇതില്ല. ഞാൻ ഗെയിമിനകത്ത് അത് ടോഗിളാക്കിയാ പിന്നെ വീനൊക്കെ അത് ഓഫ് ആവും. കയറാം, വീട്ടിൽ കയറാം. താക്കോലെടുത്ത് ഞാൻ ഈ സാധനം വെച്ചിരുന്ന കോസ്റ്റിന്റെ സാധനം, പച്ച സാധനം, മറ്റേ സൗണ്ട് കേൾക്കണം. ഷൂ 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 അതാ ഏത് ഈ ഷൂ 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 സൗണ്ട് കേൾക്കുമല്ലോ സംസാരിക്കുള്ളത്. അപ്പൊ ഇതിന്റെ ഉപയോഗം അത് ലാസ്റ്റ് മറ്റേ നമ്മളെ പ്രാർത്ഥന മുറി കണ്ടുപിടിക്കണം. അത് അതിന്റെ ടെമ്പറേച്ചർ ഇതുമാണ് ആവശ്യം. EMF എന്റെ ഇരിക്കണത്. അപ്പൊ ഞാൻ ഇപ്പൊ എന്തൊക്കെ എടുക്കണം? ടോർച്ച്, ഇത് പിന്നെ എന്താ എടുക്കണം? ടെമ്പറേച്ചർ പച്ച നീലേ ടെമ്പറേച്ചർ ഇറങ്ങിയോട്ടെ കറക്റ്റ്. ഏതാണ്ടോ ടെമ്പറേച്ചർ? തെർമോമീറ്റർ അതിൽ ടെമ്പറേച്ചർ ആണ്. ഇത് 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 നീല ലൈറ്റ് അല്ലേ? മെർക്കുറി ഇരിക്കണം. നീല ലൈറ്റ് അല്ല, ഈ മെർക്കുറി ഇരിക്കണം. എനിക്ക് താക്കോൽ എടുക്കാൻ പറ്റണില്ല. ടെമ്പറേച്ചർ ആക്കാൻ പറ്റുമോ അതില്? അല്ല, പ്രായം വരുമ്പോഴല്ല, അതിന് മുമ്പേ ആ മുറി കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ ഏറ്റവും കുറഞ്ഞ സ്ഥലത്തായിരിക്കും പ്രായമുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ നീല ലൈറ്റിന് ഫിംഗർ പ്രിന്റ് അപ്പം പ്രായത്തിന്റെ ചാവണന് മുമ്പുള്ള വല്ലായിരിക്കും. ഇത് എനിക്ക് താക്കോൽ എടുക്കാൻ പറ്റണില്ല. നിങ്ങൾ ആരെങ്കിലും എടുത്ത് നോക്കിയാണ്? ക്ലിക്ക് ചെയ്യാ എടുക്കാൻ. ടെമ്പറേച്ചർ കൂട്ടണം, അങ്ങോട്ട് പോയാൽ മതി. അതോ ഇല്ല, എന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ മറ്റേ ഇതില് ഗെയിമില്. മ്യൂട്ട് അല്ലെങ്കിൽ പ്രായത്തിന്റെ സംസാരിക്കാൻ ഇത് വേണം. ടെമ്പറേച്ചർ അതിന് മറ്റേ സാധനം വേണ്ടി പ്രാർത്ഥന സംസാരിക്കേ. അല്ലാണ്ട് നിന്റെ അതുകൊണ്ടാ നമ്മളെ കേൾക്കാൻ പറ്റുമായിരിക്കടാ. അല്ല, അത് ഡെമണോളജിസ്റ്റിൽ എന്തേ ഉള്ളൂ. ഇതില് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറ്റുമെന്തോ. നമ്മള് താഴെ ഇത് തുറക്കാണ്ട് എങ്ങനെ തുറന്നു? ഞെക്കി പിടിച്ചിട്ട് തുറക്ക്. ലൈറ്റ് വന്നാ നീ ലൈറ്റ് ഓൺ ആക്കാൻ പറ്റേണ്ടതാണ്. ലൈറ്റ് ഓൺ ആക്കണോ?
ലൈറ്റ് ആണെങ്കിൽ പ്രേതം വരത്തില്ല ലൈറ്റ്. നമുക്ക് ഒരു റൂമിലോട്ട് ക്യൂർ ചെയ്യാം പ്രാർത്ഥന, ആ റൂം മാത്രം ലൈറ്റ് ഇട്. അല്ലല്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പ്രായത്തിന് ഇരുണ്ട സ്ഥലം ഇഷ്ടം നല്ല മറ്റേ ഇതിൽ പറഞ്ഞു ട്യൂട്ടോറിയലില്. ഓ നമുക്ക് ഫാനൊക്കെ ഇട്ട് നമുക്ക് ചില്ല് ചെയ്തിരിക്കാം. ലിവർ ചെയ്യാം വാ. എന്നിട്ട് ഇരുണ്ട റൂമിൽ പോയി ഇരിക്കാം വാ. ഇതെങ്ങനെ ലൈറ്റ് ഒക്കെ എങ്ങനെ ഓൺ ചെയ്യണേ? ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്താൽ മതി. ഏത് എൻട്രൻസ് റൂമിൽ കയറ്റാം. ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് ക്ലിക്ക് അല്ലേ? എനിക്ക് ക്ലിക്ക് ആവണില്ല. ഇവിടെ കയറി വിളിച്ചാൽ മതി ചേട്ടാ. എങ്ങനെ ഒരു ഡോർ തുറന്നില്ല ചേട്ടാ, ഒരു ഡോർ അടച്ചിട്ട് അത് ഞെക്കിയാൽ മതി, സ്വിച്ച് അവിടെ ഞെക്കിയാൽ മതി അതിൽ. എനിക്ക് വരണില്ല. എടേ ബാത്റൂം ഭാഗം തോന്നണം ലൈറ്റ് ഇടണ്ട, ബാക്കി ലൈറ്റ് ഇടും. ബാത്റൂമിലൊക്കെ ലൈറ്റ് ഒക്കെ ഓഫ് ആയല്ലോ. കറണ്ട് വേടാ. കറണ്ട് പ്രാവാണ് അവിടെ. ഹാർട്ട് അറ്റാക്ക് അടിച്ചടാ നീ പോയ വഴി. ഇതെങ്ങനെയാ എനിക്ക് പറ്റണില്ല ഇതൊന്നും. അത് ഞെക്കിയാ മതി, നീ ക്ലിക്ക് മാറ്റിട്ടേക്ക്. അത് ഓണാക്കി, അത് പച്ച കളർ ലൈറ്റ് അല്ലല്ല, അത് ഓഫ് ആക്കിയത്. ഫാനൊക്കെ ഓണറാ. അതാ എടാ വീട്ടിൽ വെളിയിറങ്ങാൻ വഴി ഏതായിരുന്നു, അത് മറന്നുകൊണ്ട്. ഇവിടെ കയറാൻ പറ്റൂല, ഓടിക്കയറി ഇതിന്റെ അകത്ത് കയറണം. എനിക്കൊന്നും ഓൺ ചെയ്യാൻ പറ്റണില്ല. ഞാൻ വെളിയിൽ നിൽക്കാം, നിങ്ങൾ പഠിച്ചിട്ടൊക്കെ വാ. ഞാൻ വണ്ടി നോക്കാം, വണ്ടികൾ നോക്കണ്ടേ. വീടിന് വെളിയിൽ പറയാൻ വരില്ലല്ലോ. വരും, ഒറ്റയ്ക്ക് എന്നാ വരും. നിങ്ങൾ അവിടെ എന്നെ വിളിക്കാൻ വരാം വീടിന് വെളിയിൽ. വരേതില്ല അവിടെ നിൽക്കാം. സിഗ്മ അവിടെ പേടിക്കാൻ നടന്ന കണ്ട് അമ്മല് മേടിച്ചത്. ഓ അവര് കാർത്ത വരിച്ച് നടന്നു ഓടറേ. ഈ റൂം ലൈറ്റ് ഓഫ് ആക്കിടാം. കറണ്ട് വീണ്ടും പോ. ഞാൻ ഇവിടെ നിൽക്കണം, നീ അപ്പോൾ ലൈറ്റ് ഓഫ് ഇട്ട് എന്നെ പിടിക്കില്ല എന്ന്. എന്തോ എന്തോ ഷാഡോ 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 അവിടെ കൈ കേക്കാലല്ലേ അമ്മല്ലേ, നീ നനങ്ങാണ്ടിക്കണം. ഞാൻ ഇത് തപ്പായിരുന്നു, മറ്റേ കൺട്രോൾസ് എല്ലാം മാറി കിടക്കണം അന്ന്. എന്താ പ്രേതം ഇല്ലേ ഇവിടെ വീട്ടിൽ? പ്രേതം ഇല്ലെന്നാ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്തിട്ട് പോവാം. എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റണതല്ല, ഉപയോഗിക്കാൻ പറ്റണതല്ല. ലെഫ്റ്റിലേക്ക് ഞെക്കി പിടിച്ചോണ്ട് ഞാൻ നീക്കുമ്പോഴാണ് ഡോറടെ തുറക്കുകയാണ്. ലെഫ്റ്റ് ക്ലിക്ക് പിടിച്ചോണ്ട് ഞെക്കി പിടിച്ചോണ്ട് വലിക്കും, മൗസ് അങ്ങോട്ട് വീണ് തിരിക്കും. അപ്പൊ ഡോറിനെ അടയാൻ തുറക്കാൻ ചെയ്യും. അതല്ല ഇതൊക്കെ ഇങ്ങനെ ഇത് ഈ അതിന് ക്ലിക്ക് ചെയ്താൽ മതി. ആവണില്ല ക്ലിക്ക്. ആണില്ലേ ഞാൻ കുറെ നേരം കൊണ്ട് ക്ലിക്ക് ചെയ്യണം. അവിടെ വയ്ക്കുമ്പോ എനിക്ക് ഇതിന്റെ സിമ്പിൾ വന്നോ ടോർലൈറ്റിന്റെ? ഇല്ല വന്നില്ലേ? അത് വയ്ക്കാൻ ലൈറ്റിന്റെ സിമ്പിൾ വന്നില്ലേ? ഇല്ല. എനിക്ക് അതിന്റെ അവിടെ മറ്റേ കാർസ് വയ്ക്കാൻ ലൈറ്റിന്റെ സിമ്പിൾ വരും. നിന്റെ കയ്യിൽ എന്തോ ഇരിക്കണം? അത് മാറ്റിയിട്ട് നോക്കിയാണ്, വേറെ വെച്ച് നോക്കിയാണ്. എന്തിനു വെച്ചിട്ടും പറ്റണില്ല, ടോർച്ച് വെച്ചിട്ടും പറ്റണില്ല. എനിക്ക് അവിടെ മറ്റേ കർസർ ഉണ്ടെങ്കിൽ ടോർച്ചിന്റെ സിമ്പിൾ വരും. അപ്പൊ ഞെക്കുമ്പോ ലൈറ്റ് വേണം. ലൈറ്റ് ഓഫ് ആയി. ആ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട്. ബേസ്മെന്റ് ആണ് ഇതൊക്കെ ഇല്ലേ? ആ ഇപ്പൊ പറ്റുന്നില്ല. ഇത് കുഴപ്പമില്ല, ലൈറ്റ് ഒക്കെയാണ് കുഴപ്പം. ഇപ്പൊ കൺട്രോൾസിന്റെ എന്തോ കുഴപ്പമാണടി. നമുക്ക് പ്രാർത്ഥന പിടിച്ച് പോവാ. ഞാൻ ലൈറ്റ് ഒക്കെ എങ്ങനെ ഓൺ ചെയ്യും? ലൈറ്റ് ഓഫ് ചെയ്താൽ കാഞ്ചി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്താൽ പറയാൻ പറ്റും. വേണ്ടല്ലേ ചുമ്മാ ഇരുട്ട്. ഞാൻ ഫ്രണ്ട് ചെയ്ത് സ്പീഡ് ഉണ്ടോ? കൂറുണ്ട് 50 mm സ്പീഡ് എപ്പോഴും ഹിറ്റ് വരത്തില്ല. എനിക്കൊന്നും തുറക്കാനും അടയ്ക്കാനും ലൈറ്റ് ഒന്നും ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കമ്പ്യൂട്ടർ ഓണാക്കാൻ പറ്റൂടാ? ഒബ്ജക്റ്റീവ് എന്തിനും നോക്കട്ടെ. കമ്പ്യൂട്ടർ ഓണാക്കാൻ പറ്റുമോ? അവിടെ സാനിറ്റി ഒന്നും വന്നില്ല, മനസ്സിലായ? മീറ്റർ വർക്കാണല്ലോ. ഈ മെഷീൻ അടിച്ചു പോയെന്ന് അറിയത്തില്ല. കറണ്ട് പോയാണ്ടാ. ഇനി നീ മാത്രമേ അമ്മയോട്ട് വിളിക്കാണ്. പിടിച്ചടാ എന്നെ പിടിച്ചടാ. അമ്മ ഇവിടെ ഉണ്ടോ? ഒളിച്ചതിന്റെ കാര്യമില്ല കേട്ടാ, ഒളിച്ചതിന്റെ കാര്യമില്ല.
ഞാൻ ഇവിടെ കൺട്രോൾസ് ഓക്കെ ആയിരുന്നടേ. അതെങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. കർസർ കളറാ? അത് മാറ്റിയ വ്യത്യാസം വരുമായിരിക്കുമോ? അത് ശരിയാണ്. കറുപ്പിട്ട് നോക്കാം. അപ്ലൈ ആൾട്ടർനേറ്റീവ് പോട്ട്. നമുക്ക് എന്തോട്ട് പകരുന്ന് കളിക്കാം ഈ കളി, ഇതൊന്ന് രാത്രി കളിക്കണം. നിനക്ക് ഇത്ര പേടിയുണ്ട് റേ? നമുക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ പ്രേതം പിടിക്കാൻ വരുമ്പോ പേടിയാവൂലേ? അപ്പോ പേടിയാവും. ശബ്ദം എവിടെ നിന്നാ കേൾക്കുവേ? പേടി നീ മറ്റേ എനിക്ക് എന്താ ഹെഡ്സെറ്റിന്റെ ആണോ ഭയങ്കര സൗണ്ട് എഫക്റ്റ്. അതെ എനിക്ക് ഭയങ്കര ഞാൻ ഹെഡ്സെറ്റ് ഇല്ലാതെയാണല്ലോ കളിക്കണ. നിന്റെ സാധാരണ നിന്റെ ഇതുള്ള ഹെഡ്സെറ്റ് ആണ് മറ്റേ? നിനക്ക് അറിഞ്ഞോടാ, നീ ഹെഡ്സെറ്റ് ഇല്ലാണ്ടല്ലേ കളിക്കുന്നത്? അപ്പം ഞാൻ ഹെഡ്സെറ്റ് വെച്ചോണ്ടാ കളിക്കണ. ഇനി എന്ത് നിനക്ക് എഫക്റ്റ് ഒന്നും അടിക്കാത്ത? നല്ല എഫക്റ്റ് എനിക്ക് എന്ത് പേടിയില്ലാത്ത എന്റെ കുഴപ്പമല്ലല്ലേ? അത്രയ്ക്കൊന്നും പേടിക്കില്ലടി. പക്ഷെ ഇത് എടുക്കണമൊന്നും പറ്റണില്ല എനിക്കൊന്നും. ഭയങ്കര കേട്. വീടിന്റെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല, ഒളിച്ചിട്ട് കാര്യമില്ല. എടുക്കണത് നീയൊക്കെ എടുക്കണ അതോ നിങ്ങള് ഒരുത്ത എസ്കേപ്പ് ചെയ്യണം, മനസ്സിലായ? പിടിക്കാൻ വരുമ്പോ എസ്കേപ്പ് ചെയ്യണം. വീട്ടിൽ പുറത്തിറങ്ങി ഓടണം. പ്രഥം പറഞ്ഞു ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യാൻ മാത്രമായിട്ട് പറഞ്ഞു. അമലാത്തം തോന്നുന്നു. ഞാൻ ഇറങ്ങി അമലാത്തം തോന്നുന്നു. അമലാത്തം തോന്നുന്നു. ഇപ്പൊ ഞാൻ തിരിയനി ഇതെന്ത് എന്നെ അത്ര പിടിക്കാത്ത? നീ എസ്കേപ്പ് ചെയ്യില്ലേ? എടുത്ത് ഇറങ്ങി ഓടിയാ പിന്നെ എന്തിരിക്കും പുറത്ത്? പിന്നെ പ്രായം ഇറങ്ങി ഓടല്ലേ ഉള്ളത്. വെളിയിൽ ഇറങ്ങാൻ പറ്റൂല പ്രായം. കഥ എവിഡൻസ് ഒന്നും കിട്ടില്ല. പ്രശ്നം നമ്മളെ ഇല്ല, EMF ഒന്നും വന്നില്ല. അത് ഹണ്ട് ചെയ്യുമ്പോഴാണ് വന്നത്. അത് EMF ആയാലേ എവിഡൻസ് ആവും. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഞാൻ. ഇനി മൗസ് ഒന്നും വരണില്ല. എന്തിനെന്ന് വെച്ചാ നമ്മള് ഇത് അവിടെ പോയിട്ട് ഈ ആദ്യം പ്രാതം ഇരിക്കണ ഒരു മുറിയുണ്ട്. അത് തപ്പണയാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. അതിനാണ് എല്ലാ മുറിയിലും കറിയില്ല. ചുമ്മാ നമ്മൾ ലൈറ്റ് ഇവിടെ തുറന്നോണ്ടാ. ഇനി ഒരു കാര്യം ചെയ്യും, ഏത് റൂമിന്റെ തന്നെ പ്രേതം ഉള്ളതെന്ന് നോക്കിട്ട് എല്ലാം അവിടെ അതാണ് പറഞ്ഞ EMF മറ്റേ സാധനം ഉണ്ടല്ലോ. നമ്മൾ ഇത്ര നേരം കറങ്ങി നടക്കണോണ്ടാണ് ഈ EMF മറ്റേ സാധനം ഉണ്ടല്ലോ. ആ ടെമ്പറേച്ചറും വെച്ച് നമുക്ക് പ്രായമുള്ള മുറിയാന്ന്. ട്രൈപോഡ് എടുത്തോണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം. നീ മാത്രമേ ഉള്ളൂ കളിയിൽ. ഞാൻ തുടങ്ങാം. എനിക്ക് കളിക്ക് അടുത്ത പിടിച്ചിട്ട് ചത്തിട്ട് ചാവണ്ട. ലീവ് ഗെയിം അടിക്കാൻ ഇനി അമല് റീസെറ്റ് പോയെന്നല്ലായിരുന്നു. ഇല്ല ഞാൻ ഇത് മറ്റേ മൗസിന്റെ കഴ്സറിന്റെ ഒരു സാധനം മാറ്റിയിട്ട് അതിന്റെ ആണെന്ന് ഇത്ര നാള് കുഴപ്പം. റൂമിന്റെ കോടത്തറിയും അല്ലേ ഈ കർസർ? പ്രശ്നം കിട്ടി. കർസറിന്റെ ഒപ്പാസിറ്റി 0 ആയിരുന്നു. കർസർ സൈസ് ഒരു 50% നോക്കി നോക്കാം. നമ്പർ 65206520. ഇപ്പോഴാണ് ഇനി നടുക്ക് വരെ കഴ്സർ വന്നത്. എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. അല്ല ഞാൻ ഇത് അടുത്ത തുടങ്ങണേ ഉള്ളൂ. ഞാൻ ലീവ് ചെയ്തിട്ട് വരണം. ഞാൻ ലീവ് ചെയ്ത ഗെയിം സൗണ്ട് കേൾക്കണില്ല എനിക്ക്. അവിടത്തേക്ക് റൂം തുടങ്ങാം. ഏറ്റവും ജംസ്കെയറുള്ള ഹൊറർ ഗെയിം ഏത്? അത് നമുക്കെടുത്ത് നീ കളിച്ച പോലെ എന്നടി കളിച്ചില്ലേ? ഇവിടെ മിമിക്ക് ഇതൊക്കെ എന്താ കളിച്ചിരിക്കുന്നു. അതെന്തിരടേ അതിന് പേടിക്ക് എന്തിനുണ്ട്? ഞാൻ അറിയാം, ലീവ് കൊടുത്ത് കളഞ്ഞു. നിനക്ക് ഇത്ര പേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. നീ ഇപ്പൊ പഴയ ശ്രാസന കണക്കാണ് 9ാം ക്ലാസ്സിലെ.
പാട്ട് തന്നെ അവനും ഇതുപോലെ ആയിരുന്നടി പ്ലെയർ കളിക്കുമ്പം ഹെഡ്സെറ്റ് കുറങ്ങിട്ട് ഒറ്റ ഓട്ടോ ആടും അമ്മ എന്ന് വിളിച്ചോണ്ട്. എനിക്ക് അത് കളിച്ചപ്പോഴൊന്നും പേടിയില്ലായിരുന്നു. സംഭവം ഇവിടെ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നില്ല, ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് റൂമിൽ മറ്റേ അപ്പൊ റോബ്ലോക്സ് ഇതിനേക്കാളും പേടിയാവല്ലേ? അത് വലിയ പേടിയൊന്നും അതിൽ എനിക്ക്. ഇതിനേക്കാളും പേടിയുള്ള ഗെയിം ഉണ്ടോ റോബ്ലോക്സിൽ? ഏത് ഫ്രോസ്റ്റിൽ ഇങ്ങനെ ഒന്നും ഇല്ലേ? ഫ്രോസ്റ്റ് അല്ല, ഫോറസ്റ്റിൽ. ഫോറസ്റ്റിൽ പേടിക്കൊന്നുമില്ല. ഇല്ലടി അതിലൊന്നും ഇല്ല. അതിനുവേണ്ടി Minecraft എനിക്ക് ഇതുവരെ ഒരു കളിയും കളിച്ചിട്ട് പേടിയായിട്ടില്ലേ. പക്ഷെ മോർച്ചറി അസിസ്റ്റന്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്. നീ ഇത് കളിക്കടാ, സിംഗിൾ പ്ലെയർ ആണ്, ഇത് കളിക്കുക എന്തോന്ന് ഔട്ട്ലാസ്റ്റ്. നീ വേറെ ഒരു ഗെയിമും ഇതുവരെയും പേടിയൊന്നും വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ എല്ലാം ലൈറ്റ് ഓഫ് ചെയ്തേ, ഒരു ഹാളിലും എല്ലാ സ്ഥലത്തും ലൈറ്റ് ഓഫ് ചെയ്തേക്കും. അമ്മ അനിയത്തി എല്ലാവരും അങ്ങ് അറ്റത്ത് മുറിയും അടച്ച് ഒരു ഇവിടെ മറ്റേ ജനലും തുറന്നിട്ട് കണ്ണാടിയുടെ സൈഡില് ഞാൻ എന്റെ ക്യാമറ ഓൺ ആക്കി കാണിച്ചുതരാം. അപ്പൊ എന്റെ വീട്ടിന്റെ ഞാനും അങ്ങനെയൊക്കെ എന്റെ തൊട്ട് ബാക്കിൽ കണ്ണാടി അത് തന്നെ അവിടെ ഒരു ഇപ്പുറത്തെ ജനൽ. എന്റെ തൊട്ട സൈഡിൽ എന്തോന്ന് അറിയാമോ? നിന്റെ പൂജാമുറി 10-20 ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. എന്റെ തൊട്ട് ബാക്കിലെ കണ്ണാടിയുടെ ബാക്കിൽ കോവിലാണ്. എന്റെ വീട്ടിൽ ഒരു 100 മീറ്ററിനകത്ത് ഒരു കോവിലും ഉണ്ട്, 100 മീറ്ററിനകത്ത് കോവിലും ഉണ്ട്, അപ്പുറത്ത് പൂജാമുറി. പേട് ഞാൻ ഇപ്പൊ പേടല്ല, ഇപ്പൊ ജഗതിയില് പേട് ഇവിടെ ആരും ഇല്ല ഇപ്പൊ. അവിടെ നിന്ന് 1 കിലോമീറ്റർ. അവന്റെ വീട് വിട്ടിയല്ലേ? അവന്റെ വീട് മിട്ടിയൊന്നുമല്ല, ഒരു കുന്ന് പോലെ കയറുന്ന സ്ഥലത്താ. പേട് അവിടെ ഇല്ലേ? എസ് പി തിയേറ്ററിന്റെ കുറച്ച് കയറണം. സ്ഥലത്തിന്റെ പേര് വന്നേ വിട്ടിയല്ലേ? പേരെന്താ മറന്നുവിടെ. അക്ഷയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പ്രിൻസിന് ഭയങ്കര പേടിയാണെന്ന്. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നിന്നെ അത്ര അറിഞ്ഞൂടല്ല നമുക്ക്, അതായത് ഇവന്റെ അത്ര ഇവന്റെ പേര് ഇപ്പോഴാണ് ഓർമ്മ. പണ്ട് അക്ഷയ ഇരുന്ന് പറയുമായിരുന്നു മറ്റേ പ്രായത്തിന്റെ കഥയൊക്കെ ഒറിജിനലായിട്ട് പറഞ്ഞ പിന്നെ അമ്മയുടെ അടുത്ത് പബ്ലിക് സർവീസ് ആയിരുന്നു. എന്തിന് നമ്മള് 3 പേരുണ്ട്, ഒരുത്തനും കൂടെ കാണാം പബ്ലിക്കില്. അത് കളിക്കായിരുന്നു. ഇപ്പൊ അവൻ പ്രോ ആണെങ്കില് അത് രസമില്ല. നമ്മള് കളിച്ച് പഠിക്കണേലാണ് ഒരു സുഖം, മനസ്സിലായ സ്വന്തമായിട്ട് കേറുന്നു. റെഡിയോ 12 മണിയാക്കാൻ വേറെ കളിക്കാൻ പോവേ. ഇനി രാത്രി ഭക്ഷണം കഴിക്കണം. ഞാനൊന്നും കഴിച്ചില്ലേ, ഞാൻ ഉച്ചക്ക് വൈകുന്നേരം ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് വെച്ചേക്കണില്ല. ഇപ്പോഴാണ് കൾസർ ഇപ്പൊ ഒന്നും എടുക്കാനാ ഒന്നിനും ഒരു കുഴപ്പമില്ലടി. എനിക്ക് ക്രാഷ് ആയടാ. ഞാൻ കളിയിൽ നിന്ന് ഇറങ്ങി. സർവറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ, കളിയിൽ നിന്ന് ഇറങ്ങിയാൽ പോരി. കളി ഇറങ്ങാൻ ലീവ് ചെയ്യാൻ കൊടുത്ത സർവറിൽ നിന്ന് ഇറങ്ങാൻ കളി സർവറിൽ നിന്ന് നീ ഞാൻ അടുത്ത കോള ഞാൻ പറയാം. കളിച്ചാല് വടക്കേ അത് കളിക്കാം. വായിച്ചെടുത്ത് വാങ്ങണം. അത് 10 GB ഉള്ളൂ. എന്റെ പൈസ ഇല്ല 200 രൂപ ഗെയിമിന് കൊടുക്കേ. എന്റെ സൈക്കിൾ 500 വാങ്ങിച്ച അമ്മ. നീ അക്സല 100 രൂപയ്ക്ക് ഓട്ടോയിൽ പോയ ഓർമ്മ ഉണ്ടാ? അത് ഞാൻ സൈക്കിൾ നന്നാക്കാൻ പൈസ ചെയ്തു. സൈക്കിൾ നന്നാക്കെ. നിന്റെ ഇലക്ട്രിക് ആണ് സൈക്കിള് ഇലക്ട്രിക് സ്കൂട്ടർ പോലെ. സ്കൂട്ടർ പോലെ തന്നെ. പിന്നെ ഞാൻ GS സൈക്കിൾ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കണേ. വീട്ടിൽ ചവിട്ടായില്ലേ? ചവിട്ട ചെയ്യാൻ. പിന്നെ പെഡൽ അസിസ്റ്റ് ഉണ്ട്. അപ്പൊ ചവിട്ടണതിനൂടെ പകുതി നമ്മൾ ചവിട്ടിന് പകുതി മോട്ടർ വർക്കാവും. അപ്പൊ നമുക്ക് പെഡൽ ചവിട്ടണ തോന്നൂല. ചുമ്മാ തൊട്ടുവിട്ട ഒരു 35 പോയിക്കോളൂ. 35-30. ഗിയർ സൈക്കിൾ അല്ലേ? ഗിയർ സൈക്കിൾ കേട്ടേക്കും. ഇനി വിൽക്കുമെന്ന് അറിഞ്ഞു. ഇടയ്ക്ക് പറഞ്ഞ കേട്ടോ, +2 ആയതുകൊണ്ട്. എന്റെ അടുത്ത് ഇന്നും വന്ന് ചോദിച്ചു വാങ്ങിക്കണം.
തന്നെ അന്നേരം അടുത്ത് പറഞ്ഞ മറ്റേ ഇനി അടുത്ത വർഷം ബൈക്ക് എടുക്കുമല്ലോ ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് ഈ സൈക്കിൾ വാങ്ങിച്ചാല് ഒന്ന് ആലോചിക്കണം ഞാൻ ഇപ്പൊ. നീ സൈക്കിൾ ഓടാൻ വിടുമോ? ഓ വീട്ടുകാർ വിടുമായിരിക്കും, എങ്കിൽ വാങ്ങിക്കായിരുന്നു. സൈക്കിളിലാക്കാൻ മറ്റേ കിലോമീറ്റർ അമ്മനെ നിന്റെ ഫാറ്റ് ബൈക്ക് ഇല്ലേ? അത് ആദ്യല്ലേടാ, എന്റെ ഒന്നും അല്ല. അത് നിന്റെ നിന്റെ ഇത് റെഡിയോട് പ്രിൻസ്. ഓ അതൊക്കെ ഉണ്ടെന്ന് പടക്ക ചിലപ്പാ നീ തരൂല. ഒരുപാട് ദൂരെ ചവിട്ടാൻ മടുക്കും. ഭയങ്കര പാടല്ലേ ഓട്ടാൻ? പോടാ, നല്ല സുഖമാണ് ചോട്ടെ, ഭയങ്കര സുഖമാണ്. ഗിയർ കിടില സാധനമാണത്. പക്ഷെ ഭയങ്കര എന്തോ വെയിറ്റ് ഇല്ലടാ. എടാ കാർ പടക്ക സാധനമാടാ, നോർമൽ സൈക്കിളിൽ വെയിറ്റേ ഉള്ളൂ സത്യം പറഞ്ഞ്. സാധാരണ ഫാറ്റ് ബൈക്ക് മറ്റേ വെയിറ്റ് ലോസിനല്ലേ ഉപയോഗിക്കണത്? പോടാ, ഇത് ഭയങ്കര കിടില സാധനം. ഇതൊന്നും എടുത്തില്ല, ടോർച്ചൊന്നും എടുത്തില്ല. ഇത് സംഭവം പറയാ, നമ്മള് ഇവിടെ EMF ഉണ്ടല്ല, ഒരു EMF ആടെ അല്ല ഒരാളെടുത്താ മതി, ആരെങ്കിലും ഒരാളെടുത്താ മതി. എന്റെ ഇരിക്കണം സാധനം, മറ്റേ ഗോസ്റ്റ് ഫീൽഡ് മീറ്റർ. എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ലാഗ് അടിക്കൂടെ, അതാ ഈ EMF തെർമോമീറ്റർ വെച്ചിട്ട് അത് ഹൈ ആവണ ടെമ്പറേച്ചർ എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോ ആവണം, അല്ലെങ്കിൽ EMF ഹൈ ആവണം. അങ്ങനത്തെ മുറിയിലാണ് പ്രാതം ഉള്ളത്. ഇവിടെ ഒട്ടുമില്ല, കുറച്ച് കൂടുതൽ. ഞാൻ ടെമ്പറേച്ചർ എടുത്ത് പിടിക്കാം. ഹലോ ഹലോ, ഈസ് എനി ഗോസ്റ്റ് പ്രസന്റ്? ഹലോ ഹലോ, ഈസ് എനി പ്രസന്റ്? ഹലോ വേർ ആർ യു? ഹലോ ഹലോ വേർ ആർ യു? ഹലോ ഹലോ ഗോസ്റ്റ് ആർ യു ദേർ? ഹലോ ഗോസ്റ്റ് ആർ യു ദേർ? എടാ എന്റെ EMF ഇല്ല, ആരും കൂടെ EMF ഉള്ള ഇരുട്ടത്ത് ബേസ്മെന്റ് ഇറങ്ങി. ഹലോ ഗോസ്റ്റ് ആർ യു ഹിയർ? ഹലോ ഗോസ്റ്റ്, ഹലോ ഗോസ്റ്റ്, ഹലോ ഗോസ്റ്റ് ആർ യു ഹിയർ? ഗോസ്റ്റ് ഹലോ 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 ഗോസ്റ്റ്. കറണ്ട് ഓൺ ആക്കിയിട്ടുണ്ട്. കറണ്ട് വേണ്ട അറിയാൻ പറ്റുക. ഹലോ ഗോസ്റ്റ് ആർ, ഈ ഡോർ ഒന്ന് നോക്കണ്ടാ. എന്റെ ടോർച്ച് ഇല്ല, ഞാൻ ഇവിടെ ബേസ്മെന്റിൽ ഇരുട്ടത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഗോസ്റ്റ്, ഹലോ ഗോസ്റ്റ്, ഹലോ ആരെ ലൈറ്റ് ഉണ്ട്? പിന്നെ പ്രായം ശരിയാണ്. ഹലോ ഗോസ്റ്റ്, ഹലോ. EMF ഉണ്ടോ അതിന്റെ? എന്റെ ഉണ്ട്. 1 2 അതിന്റെ ഇത് ഓണാക്കില്ല എത്ര നേരം. നമുക്ക് ടെമ്പറേച്ചർ വെച്ച് ഇവിടെ ചെറുതായിട്ട് കൂടി. അങ്ങോട്ട് ഇങ്ങോട്ട് ലൈറ്റ് ഓൺ ആക്കല്ലേ? ഇങ്ങോട്ട് ലൈറ്റ് അല്ലേ പ്രേതം വരില്ലടാ. പ്രായം വരണ്ട, നമ്മളെ പിടിച്ച് കൊല്ലില്ലേ? എടാ ഇല്ല, അവിടെ നമ്മൾ പ്രസൻസ് കണ്ടിരിക്കണ്ടേ? പ്രസൻസ് പോലും കാണിക്കൂല പ്രേതം. ഇല്ലടാ, കാണിക്കൊക്കെ ചെയ്യടാ, സാധനമൊക്കെ കാണിക്കും. കഴിഞ്ഞ ആളി പിന്നെ എന്ത്, കഴിഞ്ഞ ആളി വന്നില്ലായിരുന്നു. അത് വന്ന് പിടിച്ചോണ്ട് പോകും. സാധനം ഇരുട്ടത്ത് കാണയില്ല, ഒളിക്കാണ്ട് എവിടെയെന്ന്. ലൈറ്റ് ഇല്ല, അത് ഹണ്ട് വരുമ്പോഴേ പിടിക്കത്തുള്ളൂ. അത് തന്നെ, ഹണ്ട് വരുമ്പോ എന്തായാലും കറണ്ട് ഓഫ് ആവും. അത്ര നേരം ലൈറ്റ് ഇട്ടറേടേ, കണ്ടോട്ട് തിരിയുമല്ലോ. അല്ല, നമുക്ക് എവിഡൻസ് തപ്പാൻ വേണ്ടി ഏത് റൂമിലാണെന്ന് നോക്കണം. ഏത് റൂമിലാണെന്ന് കണ്ടുപിടിക്കണം. എടിയാണ് ബേസ്മെന്റ് ആയിരിക്കും ഇവിടെ. പ്രായങ്ങള് ബേസ്മെന്റ് ആയിരിക്കും ഇവിടെ. പ്രായത്തിന്റെ ഒരു ഇതനുസരിച്ച് അത് ബേസ്മെന്റിലായിരിക്കും ഇവിടെ എപ്പോഴും. ബേസ്മെന്റിൽ ഒന്നും കണ്ടില്ലല്ലോ. പക്ഷെ വാ, ഒന്നും ബേസ്മെന്റിൽ പോവാ. EMF കാണൂല, ഞാൻ ടെമ്പറേച്ചർ എടുത്തു. വാ, ബേസ്മെന്റ് എവിടെ? പ്രായങ്ങള് സൈക്കോളജി അനുസരിച്ച് എപ്പോഴും ബേസ്മെന്റ് ആയിരിക്കും. ബേസ്മെന്റ് ലൈറ്റ് അങ്ങ് ഓഫ്. ഹലോ ഗോസ്റ്റ്, ഹലോ ഗോസ്റ്റ്, ഹലോ ഡിയർ ഗോസ്റ്റ്. വേറെ അറിയുന്നു? എവിടെ കളിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഉപയോഗിക്കണം. ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എടുക്കാൻ പറ്റും നോക്ക്. എടുക്കാൻ പറ്റും. എടുത്തടാ, വാടി. ടോർച്ച് എടുത്തിട്ട് ആരും നല്ല സ്ഥലത്ത് കൊണ്ടുപോയി. നല്ല സ്ഥലത്ത് കൊണ്ടുപോയി. ടോർച്ച് സ്ഥലത്ത് കൊണ്ടുപോയി ആയിട്ട് ഇവിടെ വെക്കാം. ഇവിടെ തന്നെ വെക്കാം. ഇതിന്റെ താഴെ വെക്കാം. ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടേ. കളിക്കാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കണത്? ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നീ മൈക്ക് ഓൺ ചെയ്തിട്ട് തന്നെ പറയണേക്ക. ഓ, F വെച്ചാണ് സാധാരണ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യണം.
ഇത് എഫ് വെച്ച് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ GH ഡ്രോപ്പ് ചെയ്തത്. എങ്ങനെ കളിക്കണം? കോയിൻ ഒപ്പിട്ട് അല്ല കോയിന് വരുവാണ് ആ സാധനം വെച്ചിരിക്കണം. കോയിൻ അല്ലടാ, ഉണ്ടോ സൈഡിലുണ്ടോ? സീറോ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് കോയിന് വരെ. കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റണ്ടേ? മാറി. അല്ല, ഇത് പ്രേതത്തിനടുത്ത് കൊണ്ടുപോയിട്ട് വെച്ച് അവിടെ പ്രേതത്തിന് റൂമിൽ കൊണ്ടുവയ്ക്കണം. അതോ പീസല്ലേ ഇവിടെ കാണാൻ കൊല്ലാൻ നിന്ന് പ്രേതത്തിന് റൂമിൽ കൊണ്ടുവയ്ക്കണമായിരിക്കും. ഹലോ, പ്രേതത്തിന് റൂം ഓണാക്കി ഇടണോടാ. അത് ഒളിക്കേണ്ട സ്ഥലം പോലും കാണാൻ പറ്റൂല അവസാനം. ഒളിക്കാൻ പറ്റൂല. നീ എന്തോ പറയണം? ഒളിക്കാൻ പറ്റൂല. ഞാൻ കൊറേ ലൈവ് കണ്ടിട്ടുള്ളതില്ലേ. അത് ഭയങ്കര ഹാർഡ് മോഡിൽ എന്തുകൊണ്ട് ഒളിക്കാൻ പറ്റാതെ ഇതിൽ ഒളിക്കാൻ പറ്റൂന്നാണ് എന്റെ വിശ്വാസം. എന്നെ ഒന്ന് പിടിച്ച് ഒളിച്ചപ്പോ ഞാൻ ശരി ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാ. ഹലോ, ശബ്ദം കേട്ട്. ഹലോ ഹലോ, ഇത് ഇവിടെ വന്നപ്പോ ശബ്ദം കേട്ടിയേ. ഹലോ ഗോസ്റ്റ്. ഹലോ ഹലോ, വേർ ആർ യു? ഈസ് എനിവൺ പ്രസന്റ് ഹിയർ? വേർ ആർ യു നിഗാ യു? ലൈറ്റ് ഓഫ് ആയേ. ഇന്ററാക്ഷൻ ഡോർ. ഇവിടെ ഗോസ്റ്റ് മീറ്റർ കൂടുന്നുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കാനാവാത്തായിട്ട്. ഹലോ ഹലോ, ഗോസ്റ്റ് ആർ യു പ്രസന്റ് ഹിയർ? ഹലോ ഹലോ ഹലോ, അറ്റൻഡൻസ് റോൾ നമ്പർ 1. എന്റെ ഗെയിം ബോസ് ആയി. ഹലോ ഗോസ്റ്റ് ആർ ദേർ? ഹലോ 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 ഹലോ. കറണ്ട് ആണ് ചേട്ടാ. അത് ബേസ്മെന്റിലാണ് കേട്ടാ. അപ്പം ബേസ്മെന്റിൽ പോകാം. ഹലോ ഹലോ, ഗോസ്റ്റ് ആർ യു ദേർ? താഴെ ഇല്ലേ? വാ. ഒരാൾ ഇവിടെ നിന്നാലേ കർണാടക ഓണാക്ക. ഇവിടെ ഞാൻ ഒരു ബുക്ക് വെച്ചിരുന്നു, അതിലൊന്നും എഴുതിയിട്ടില്ല. ലൈറ്റ് ഓണാക്കാം. എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു ലൈറ്റ് ഓൺ ആക്കിയത്. അപ്പൊ നീ കൊണ്ട് പോയത്. ഞാൻ അണച്ചിട്ട്. അയ്യോ, ടെമ്പറേച്ചർ ഫ്രീസിംഗ് എന്ന് പറയുമ്പോ -1. അതാണ് ആവശ്യം. -2 ആണ് ആവശ്യം. മൈനസ് പോണില്ല പക്ഷെ. ഹലോ ഗോസ്റ്റ് ആർ യു പ്രസന്റ് ഹിയർ? ഹലോ, എനിക്ക് ഒരു ടൂൾ എടുത്തിട്ടില്ല. ഞാൻ ടൂൾ എടുത്തിട്ടില്ല. എന്താ ടൂള്? സോൾട്ട് ഇരട്ടാ എവിടെയെങ്കിലും. സോൾട്ട് ഇട്ടോ, ബേസ്മെന്റിലല്ലേ ഇട്ടോ. അത് നടക്കും, ഗോസ്റ്റ് നടക്കും. ഗോസ്റ്റ് ഉള്ള മുറിയിലാണ് സോൾട്ട് ഇടണമെങ്കിൽ ഗോസ്റ്റ് നടക്കും. ഈ സംസാരിക്കണ സാധനം യൂസ്ഫുൾ അല്ലെന്ന് തോന്നുന്നു. അല്ല, സംസാരിക്കണ സാധനത്തില് റിപ്ലൈ കിട്ടിയില്ല. നീ ജയവിധിക്ക് നോക്കിയാണ്. റിപ്ലൈ കിട്ടിയില്ല. അതന്നെ ജയവിധിക്ക് നോക്ക്. നീ ജയവിധിക്ക് നോക്ക്. അതിൽ എവിഡൻസിൽ പോയിട്ട് നമുക്ക് സംസാരിക്കണ സാധനം കിട്ടിയില്ല. EMF ലെവൽ 5 കിട്ടിയില്ല. ഫ്രീസിങ് കിട്ടിയില്ല. പിന്നെ റൈറ്റിങ്ങും കിട്ടിയില്ല. ബാൻസി എന്ന് പറഞ്ഞ സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കിട്ടിയില്ല. അൾട്രാവയലറ്റ് ഉണ്ട്, ഗോസ്റ്റ് ഓർബ് ഉണ്ട്, സ്പിരിറ്റ് ബോക്സ് ഉണ്ട്. സ്പിരിറ്റ് ബോക്സ് ആണ് ഈ സംസാരിക്കണം കിട്ടിയില്ലല്ലോ. ഇല്ല. അപ്പോഴ് ഇനി ഗോസ്റ്റ് ഓർബ് അൾട്രാവയലറ്റ് എന്ന് പറയുമ്പോൾ UV. അല്ലല്ല, അപ്പൊ ഗോസ്റ്റ് ഓർബ് അൾട്രാവയലറ്റ് ഡോട്ട്സും കിട്ടിയില്ലേ? ഡോട്ട്സ് ആണ് ഞാൻ ബേസ്മെന്റ് കൊണ്ടുവച്ചത്. അതും കിട്ടിയില്ല. ഡോട്ട്സും കിട്ടിയില്ല. ഇതാണ് അതിന്റെ ഡോട്ട്സ്. വെയിറ്റ്, അതാ ഡോട്ട്സ്. എനിക്ക് സംശയം മിക്കവാറും ഇതായിരിക്കും. ബാൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട? ഡോട്ട്സ് അല്ലല്ല, ഞാൻ പറയുന്നത് എടീ അമ്മനെ കേൾക്കാമോ? ഡോട്ട്സ്, ഗോസ്റ്റ് ഓർബ്, അൾട്രാവയലറ്റ്, ഈ 3 എവിഡൻസ് ഉണ്ടെങ്കിൽ ബാൻസി വരും, കണ്ട? അപ്പൊ അത് ആവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ബാൻസി മാർക്ക് ചെയ്തിട്ടരാ, നമുക്കൊന്ന് ചെന്ന് നോക്കാം.
വെയിറ്റ് ഞാൻ ഇത് എല്ലാം മാറ്റിയപ്പം ഒന്നും പ്രസന്റ് ഇല്ലെന്നാണ് കാണിക്കുന്നത്. EMF ലെവൽ 5 ഇല്ല, ഗോസ്റ്റ് റൈറ്റിംഗ് ഇല്ല, ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഇല്ല, സ്പിരിറ്റ് ബോക്സ് ഇല്ല. അപ്പൊ ഡോട്ട്സ് ഹലോ അപ്പൊ ഡോട്ട്സും അൾട്രാ വയലറ്റും ഗോസ്റ്റ് ഓർബും ഉണ്ടെന്നിട്. അപ്പൊ ബാൻസിയാണ്. ഒന്നും കാണിക്കണില്ല എനിക്ക്. അങ്ങനെ വെട്ടണോ ഇല്ലേ? ഓക്കെ വെട്ടയാണ് ചെയ്യേണ്ടത്. നീ ഉണ്ടെന്നായിരിക്കും കൊടുത്ത എല്ലാം. ബാൻസിയാണോ? ബാൻസിയിൽ മാർക്ക് ഇട്ടാരാ എന്തായാലും നമുക്ക് നോക്കാം. താഴെ അല്ലെങ്കിൽ ബാൻസിയാണ്. ബാൻസി ആണെന്ന് തോന്നണ്. ഈ തോക്കിന്റെ ഗുണം തീരുമ്പം തോക്കിന്റെ ഗുണം എന്താ? തോക്കിന്റെ തോക്കാ എവിടെ നോക്കിട്ട് ഇത് അത് മതി. ഇത് അതാണ് സൗണ്ട്. എന്തോ സൗണ്ട് കേൾക്കണ. അതിൽ കൂടുതൽ സൗണ്ട് കേൾക്കണത് എന്തോ പ്രായം അങ്ങനെ എന്തോ ആണ്. നീ സാൾട്ട് എടുത്താ? വാ പോയി നോക്കാം. UV എടുത്ത് ക്യാമറ എടുത്തു വാ. റെക്കോർഡ് ചെയ്തോണ്ട് പോവാം. ചില്ല് പാട്ടൊക്കെ ഇട്ട് കളിക്കുന്നത്. അമ്മ ഒരു പാട്ട് പാടാം. ചില്ലാവട്ടെ. പാട്ട് പാടാൻ ബേസ്മെന്റ് എവിടെയായിരുന്നു? ഞാൻ ഫസ്റ്റ് ലെവൽ ആയതുകൊണ്ട് ഒരു സ്പോൺ ആയിരിക്കും ഇവിടെ മിക്കവാറും. നോക്കിയോ പ്രാർത്ഥന ബേസ്മെന്റ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെയാണ് നമ്മുടെ രോജാ ബോർഡ് വെച്ചില്ല, നോക്കിയില്ല. എവിടെ വെച്ചത് അത്? ഇതുവരെ ഇവിടെ സോൾട്ട് ഇട്ടാണ്. ഒരു സോൾട്ട് ഇവിടെ ഇട്ടിട്ടോ. ഞാൻ ഇവിടെ ഒരു സോൾട്ട് ഇട്ടിട്ടോ. എങ്ങനെയായിരുന്നു? ജിയാ? അല്ലല്ല, ക്യാമറ എങ്ങനെ ഇടും? എഫ് ആണോ? എഫ് ഒന്നും ഇല്ല. നമ്മളെ പ്രശ്നമുണ്ടോ? കുറച്ച് ഇടാൻ പറ്റുമോ കേട്ടാ? മൂന്നെണ്ണം എന്തോ ഇടാൻ പറ്റുള്ളൂ. ഇത്ര ഉണ്ടായിട്ട് എന്ത് ചെയ്യാൻ പോണി? വന്നടാ അതിന്റെ മണ്ടകളാ വരുന്നത്. ഓടും. എന്നെ കൊണ്ടോടാ പ്ലീസറാ. ഇങ്ങോട്ടോ ഇല്ല വരണം. ഞാൻ പ്രയത്നം കണ്ട്. അതിപ്പോ അത് എവിഡൻസ് അല്ലേ? നമ്മൾ കണ്ടല്ലോ. കാണുന്ന ഒബ്ജക്റ്റീവ് ആണെന്ന് തന്നെ. EMF ആർക്കും EMF റീഡിങ് കിട്ടി. നീയല്ലേ കുറച്ച് ലെവൽ 5 ആയില്ലല്ലോ. എവിടെ കണ്ടത്? അവിടെയാണ് ഗോസ്റ്റ് ഉള്ളത്. എവിടെ കണ്ടത്? എവിടെ കണ്ടേന്ന് പറഞ്ഞ? എടാ നീയല്ലേ പറഞ്ഞ? ഞാൻ കണ്ടില്ല. പിന്നെ ലെവൽ 5 ആയില്ല. റീഡിംഗ് ലെവൽ 5 ആയില്ല. നീ റീഡിംഗ് കണ്ട എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. റീഡിംഗ് കണ്ടത് നമ്മളെ ഇവിടെ നിന്ന് കയറി വരുന്നില്ല. അവിടെയാണ് പ്രാതം ഉള്ളത്. എടാ ഇതാണ് ഞാൻ കളിയുടെ തുടക്കം തൊട്ട് പറഞ്ഞു. എവിടെ റീഡിംഗ് ഉണ്ടോ അവിടെയാണ് പ്രാതം ഉള്ളത്. ഇവന് ഇത്ര നേരം വായില്ലായിരുന്ന റീഡിംഗ്? പക്ഷേ 5 ആയില്ല. അവിടെ പ്രാതം ഇവിടെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ അവിടെ തന്നെ ഇവിടെയാണ് സംഭവം. എല്ലായിടത്തും ഡോട്ട്സ് വല്ല എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. ഡാമുറി കൊണ്ടിട്. എവിടെ? ഈ മുറിയല്ലേ? പച്ചയല്ലേ? ലൈറ്റാണ്. ഞാൻ നിന്നെ പിടിച്ചാ? ഞാൻ കണ്ടു ആളെ. എവിടെ ഇറങ്ങി വന്ന? കറക്റ്റ് ആ ഡോർ കഴിഞ്ഞ് ഹോളിന്റെ അവിടെ ഈ സാധനങ്ങളെല്ലാം വെക്കണം. വാ പെട്ടെന്ന് വാ.
നിങ്ങൾ തത്തില്ലേ? ഇല്ല ഞാൻ ഒരുത്തനെ കൊണ്ടുപോളാ ഒരു സമയത്ത് ഇവന്റെ പേടി നീ കണ്ടില്ല എന്തെന്നാ വിറ്റ്നസ് ചെയ്യണോന്ന് ഇത്രയും നേരം പറഞ്ഞിട്ടില്ല എപ്പോഴേ കണ്ട് ഇവിടെ കണ്ട് ഇവിടെ ഇപ്പൊ കൊല്ലത്ത് കണ്ടവന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. നീ വന്നിട്ട് അങ്ങോട്ട് വരാം. നീ ബേസ്മെന്റ് ഡോർ അടച്ചടാ, എന്നെ പിടിച്ചടാ, എന്നെ വീട്ടിൽ നിന്ന് ആ റൂമിൽ പൊട്ടായി ഓടി ഒളിച്ചൂടെ ആ റൂമിൽ നടന്ന് വരേണ്ട പ്രേതം കിഴങ്ങ. അത് എന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോടാ, അതിന്റെ അങ്ങോട്ട് പോടാ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്, ക്ലോസറ്റ് ഉണ്ട്, അതിനകത്ത് വിളിക്കണം. ഇവിടെ പൊട്ടൻ ഇവിടെ ഇപ്പുറത്താ ഇത് പ്രേതം പറഞ്ഞ പ്രേതം ഈ റൂമിന്റെ ഓടി വന്നു, ഈ റൂമിന്റെ ഓടി വന്നു. ഇനി അവൻ നമ്മളെ പിടിക്കില്ല, നമുക്ക് നമ്മളെ സീനൊന്നുമില്ലല്ലോ. ഈ റൂമിന്റെ ഈ റൂമിന്റെ അകത്ത് എടേ ഇവിടെ ഓടി വന്നു കേട്ടോ, നമ്മളെ മുമ്പേ ഓജാപ്പ് വിളിച്ചാലും നാണോ ഉണ്ടേ പ്രാതിന്. എവന് ഓടി ഒളിക്കാനല്ലടാ, അതായത് പ്രേതം നോയിക്കൊണ്ടിരുന്നടാ. വേറെ ഇനി ഒരു പ്രശ്നമുണ്ട്, നമ്മളെ സാനിറ്റി ഒക്കെ കുറഞ്ഞ് എഫ് പ്ലേസ് ചെയ്യാനും പറ്റണില്ല. സാനിറ്റി എന്തോന്ന് പ്രാതത്തിന്റെ ഇതാ, എന്തിനാണ് സാനിറ്റി? അത് കുറയുമ്പോഴും ഏറ്റവും പിടിക്കണേന്ന് ആരെ ഇപ്പൊ നിനക്ക് സാനിറ്റി കൂടുതലാണ്, നിന്നെ ഒന്ന് പിടിക്കും. അതറിയാൻ പറ്റും. സാനിറ്റി കുറവാണെങ്കിൽ സാനിറ്റി കുറവാണ് ട്രക്കിൽ ലൈറ്റ് പ്രിഫർ ആണെങ്കിൽ ഇറങ്ങി ഓടിക്കോണേ. ഡോർ ലോക്ക് ആവൂടാ, മെയിൻ ഡോർ ലോക്ക് ആവും. ഇവിടെ ഈ സാധനം എല്ലാം കൊണ്ടുപോയിക്കണം ഇല്ലേ നമ്മള്? നീ മാറാ, ഞാൻ മാറിട്ട് എന്തിന്? ഞാൻ നമ്മളെ കാണിക്കും, നമ്മള് ഗോസ്റ്റല്ലേ നമ്മളെ കാണി അങ്ങനെ ഉണ്ടാ? നിങ്ങൾ എന്തിനു എടുത്ത് പിടിച്ചിരിക്കണേ? നിങ്ങൾ ആ ചെറിയ ടോർച്ച് പോലെ എന്തോ എനിക്ക് കാണിക്കും. ഓടിക്കോ നമ്മളോട് പിടിക്കും കേട്ടാ, ഒളിച്ചിട്ട് കാര്യമില്ല. അവന്റെ ആരും പറഞ്ഞേ പിടിച്ച പെണ്ണാണ് പെണ്ണാണ്. നേരത്തെ ഒന്ന് പെണ്ണ, നമ്മൾ നേരത്തെ ഇറങ്ങിയപ്പോൾ വന്ന പെണ്ണാണ്. നേരത്തെ കളിക്കാൻ നേരത്ത് പഠിക്കണോ ഇതിനെ കുറിച്ച്? ഞാൻ പറഞ്ഞില്ലേ ഒളിച്ചിട്ട് കാര്യമില്ല. കൊറേ പേര് വിളിക്കണ കണ്ടിട്ടുണ്ടാ. റിവാർഡ് അൺലോക്സ് അടുത്ത പുതിയ 2 ലെവൽ ഉണ്ടോ? പുതിയ 2 ലെവൽ വന്ന് അതില്ല. അല്ല ഇത് എങ്ങനെ ഷെയ്ഡിന്റെ ഇതെന്തൊരു നോക്കിയാണ് അതിന്റെ ഇതെന്തോ നോക്കാം. നീ ഗോസ് കണ്ട അതിൽ പോയിട്ട് നിനക്ക് അതിനെ പറ്റി നോക്കാൻ പറ്റും. അവിടെ EMS ലെവൽ 5 ഗോസ്റ്റ് റൈറ്റിംഗ് ഫ്രീസിങ്, ഇത് 3 ഇല്ലായിരുന്നു. ഷെയ്ഡ് കണ്ട ഷെയ്ഡില് അതിൽ ഇതൊക്കെയാണ് വരേണ്ട. അതെവിടെ നോക്കണം? ഗോസ്റ്റ് ടൈപ്പിനകത്ത് ഷെയ്ഡില്ലല്ലോ. സ്പിരിറ്റ് 9 അടക്കണം. ഗോസ്റ്റില് 9 അടക്കണം ഷെയ്ഡ്. അല്ല 2 EMF കിട്ടും തുടങ്ങുമ്പോ. സ്റ്റോപ്പ് ഓൾ ദ പാരനോർമൽ ആക്ടിവിറ്റി ഇഫ് ദേർ ആർ പീപ്പിൾ നിയർ ബൈ. ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ എപ്പോഴേ പറഞ്ഞു ആരൊക്കെ എന്തെടുക്കുമെന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം, EMF എടുക്കാം. EMF-ഉം ഒരു EMF ഞാൻ എടുക്കാം. അല്ലല്ല ഒരാളെടുത്താ പോരെ ചുമ്മാ എന്തിന്? ഞാൻ EMF-ഉം ഇത് മറ്റേ UV-യും ഇതും എടുക്കാം. എന്തിനായിരുന്നു? ഇത് തന്നെ ഒന്നേ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ട അടുത്ത ജയിച്ചു നോക്കാടേ. അടുത്ത ലെവലൊന്ന് മര്യാദക്ക് തീർത്ത് നോക്കാടി. അടുത്ത നോക്കട്ടെ. സെയിം ലെവൽ നമ്മൾ ജയിച്ചു ഈ കളി. നമ്മൾ സത്യം പറഞ്ഞ കണ്ടുപിടിച്ചു, മനസ്സിലായ ഏകദേശം. അത് നമുക്ക് മര്യാദക്കൊന്ന് തീർത്ത് നോക്കാടേ. സംഭവം കളി മനസ്സിലായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ.
അടുത്ത അതെടുത്ത് റെഡി കൊടുക്കും 10 റൗണ്ടാണ് ഏറ്റവും മിനിമം ആയിരിക്കും. എന്തിനായിരുന്നു ഞാൻ EMF UV ബുക്ക് ഇത്ര എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം എടുത്താണ് നമ്മൾ എടുക്കുന്നത്. EMF UV ബുക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ക്യാമറ ട്രൈപോഡ് എടുക്കട്ടാടി. ഓ അതെന്തോ മറ്റേ റൂമിൽ വയ്ക്കുമ്പോ എന്തോ ഈ ക്യാമറയിൽ കൂടെ എന്തോ ബബിള് കാണും. അതൊരു എവിഡൻസ് ആണ്. ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? സെറ്റ് ആൻ ആവറേജ് സാനിറ്റി വില 25. പിന്നെ സ്ക്രീനിൽ അറിയാൻ പറ്റും. എനിക്ക് നിനക്ക് വന്നപ്പോഴേ 1% കുറഞ്ഞു. ഇപ്പൊ കൂടിയാ തന്നെ. മെമ്പർ ഓഫ് യുവർ ടീം വിറ്റ്നസ് ലൈറ്റ് ഓഫ് ആക്കി കളിക്കാനാണ് ഒരു വൈബ്. അതുകൊണ്ട് ലൈറ്റ് ആണ്. അമ്മ പോയിട്ട് ലൈറ്റ് ആണ് വെച്ചിട്ട് പോണേ. നീ ഒരു കാര്യം ചെയ്, ഉപ്പും ഈ സാധനോട് ഉപ്പും പിന്നെ മറ്റേ പ്രാതിന്റെ കൂടെ സംസാരിക്കണം. അത് ഇതല്ലേ ഇതെന്തോ സംസാരിച്ച ഇങ്ങോട്ട്. ഇതാ അമാൻ കത്തിയാട്ടാ. ലൈറ്റ് അണച്ചിട്ട് പോ. അല്ല ഇവിടെ മുറിക്കകത്ത് വന്നിട്ട് ലൈറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രായമാണെങ്കിലേ വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രായമാണെങ്കിൽ എഴുതും. ഇല്ല എഴുതിയില്ലെങ്കിൽ ഒരു എവിഡൻസ് കുറഞ്ഞു കിട്ടും. അവൻ പോയി. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കയറുമ്പോഴത്തേക്കും എന്തെങ്കിലും നോക്കാം. പേടിക്കാൻ കൺട്രി മുറിക്കാത്ത അമ്മ അനിയത്തിയ വന്നതാണ്. അനിയത്തിയെ പിടിച്ച് മുറിക്കാതിരുത്തി കാണും. നീ എപ്പ വരില്ല? 4 പേര് കളിക്കുന്ന സമയത്താണ് കളിക്കുക. എന്തായാലും വേണം 3 പേര് കളിക്കാൻ പറ്റില്ലേ? ഇതാണ് ലൈറ്റ് ഇട്ടാണ്. 4 പേര് അഭിനയനെ നോക്കാതിരിക്കണായിരിക്കും നല്ല കേട്ടോ. ചെറുക്കൻ അവനെ വിളിക്കണ്ട. അരിച്ചാന്നാണ് എപ്പോഴും വരെയില്ല. ഞാൻ 3 പേര് വെച്ചാലും കളിക്കല്ല. നമുക്ക് 3 പേരും കളിക്കാം. പേടിക്കാൻ തോന്നുന്നു ഗെയിം അല്ലേ. ഒറ്റയ്ക്ക് മോളി വരെ പോയിട്ടാമല്ലേ. അവന്റെ അനിയത്തി ഇരിക്കണായിരിക്കും. അനിയത്തി അമ്മയെ മുറിന്ന് പറഞ്ഞു വിട്ടാണ്. എന്നിട്ട് വെള്ളം നിറച്ചു തരാന്ന് ബോട്ടില് വെള്ളം നിറച്ചില്ല. വണ്ടി ഓടോ? ഇല്ല. EMF എവിടെ? ജസ്റ്റ് വർക്കിംഗ് അല്ല. അത് ചോദിക്കണം. വർക്കിംഗ് അല്ലാതെ EMF തന്നുവിടും. സാധനം സംസാരിക്കട്ടെ. ഹലോ, we are very friendly. I know you are also very friendly. ഇവിടെ ഒന്നും കൂടണ പോലും ഇല്ല അല്ലേ? ഈ സാധനം ഓൺ ആക്കണം. സാധനം ഇത് കണ്ടല്ലോ. ഇല്ല അതൊന്നും ആവണ്ട. അങ്ങനെ കാണാൻ പോലും ഇല്ല. അവൻ കഴിഞ്ഞ EMF ലെവൽ 5 എങ്ങനെയാടി അതൊക്കെ? ഇനിയാണ് മറ്റേ ക്രാക്ക് ആയിട്ട് ബഗ് എല്ലാം കാണുമായിരിക്കും. കറണ്ട് അണച്ചെന്ന് തോന്നുന്നു. ഇത് കറണ്ട് എന്തോ വരണം തോന്നുന്നു. കറണ്ട് അണച്ചാണ് അയാൾ പെണ്ണുപിള്ള. അവർക്ക് എന്തിന്റെ പേടി? സ്വിച്ച് അണച്ചാടി. പേടിക്കൊന്നുമില്ല. സിമ്പിൾ കളി. പേടിക്കൊന്നുമില്ല. എന്തോ സൗണ്ട് ഒക്കെ കേട്ടു ഞാൻ ഇപ്പം. പക്ഷെ അവരെന്തൊരു കിതക്കണം അവരെ എന്തോ. പക്ഷെ ഒന്നും EMF റീഡിങ് ഒന്നും വരണില്ലടി.
ഈ ഡോർ എന്തിനാണ് ഈ കൊണ്ടു അടക്കണത്? ആ ആ ആ ഇവിടെ 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 അയ്യോ. ഇവിടെ ഇവിടെ ഉണ്ട് EMF റെഡി. ആ ഒരു പൈപ്പ് പൈപ്പ് ആണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പറ ചില്ലാണെന്ന് പറയാം നമ്മള്. ഹലോ വി ആർ ചിൽ, ഡോണ്ട് വെറി, വി ഡോണ്ട് ഹേർട്ട് യു. നമ്മൾ ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞാല് ഫിൽറ്റർ എവിടെയാടാ വന്നത് അത്? ഇവിടെ എവിടെയാ വന്ന് ഇടയ്ക്കിപ്പോ അത് ഉപ്പിട്ടാലേ. ഉപ്പ് നിന്റെ കറക്റ്റ് സ്ഥലം തപ്പിയിട്ട് ഉപ്പിട്ടാതെ എന്തോ നടക്കും അവിടെ. ആ കറണ്ട് അണച്ച് അമ്മാൻ പോയാ വിട്ടുകളാമല്ലേ വിട്ടുകളാ. ആ ഇവിടെ 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 ഇവിടെയാണുള്ള ഇവിടെ. ഉപ്പ് ഇട്ടാ ആ ഇട്ട് നോക്ക്. ഇതില് UV ലൈറ്റ് ഇതില് അടിച്ചു നോക്കിട്ട് പൈപ്പ് നീ ടോർച്ച് മാറ്റി. ടോർച്ച് മാറ്റാൻ പറഞ്ഞാൽ അതിൽ നോക്കണം അവൻ ടോർച്ച് ഇട്ട്. ഇല്ല ഒന്നുമില്ല. അവർ പിന്നെ എങ്ങനെ ഓണാക്കി എന്തോ. ഉപ്പിടിച്ചുണ്ട് നടന്നാ? ആ ഉപ്പ് നോക്ക്. ഞാൻ നമ്മൾ നടന്നായിരിക്കും. ഇത് അല്ല പ്രാവ് നടന്നാലേ വരൂ. എടാ പ്രാവുള്ള മുറി കിട്ടി. ഓ വരണം വരണം വരണം. അമലെ എന്നെ കൊണ്ടുപോകലേ. ഇല്ല ഇല്ല അത് നീങ്ങടാ അമലേ. അത് പോയി അത് പോയി അത് പോയി വാ ഇറങ്ങി. ഇറങ്ങാൻ പറ്റുന്നില്ല. വന്നതാമല്ലേ എന്നെ വീണ്ടും പറഞ്ഞു. ആ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട്. ഇവിടെ എന്തിനാ നിങ്ങളെ മാത്രം കൊണ്ടുപോകും? എന്നെ കൊണ്ടുപോകുന്നത് കിളവിയടാ കിളവി. നമുക്ക് ഇത്ര ഇത് കിട്ടിയല്ലേ? ഇത് വെച്ച് അങ്ങ് അടിച്ചു നോക്കിയാ ടിക്കറ്റ് നോക്കിയാലേ. കളവിയല്ലേ ഇതൊക്കെ ടിക്കറ്റ് നോക്കിയാൽ നമുക്ക്. ഇല്ല ഇത് വെച്ച് ടിക്ക് ചെയ്ത് നോക്കാം. വാ ഇറങ്ങി പുറത്ത് ഒരു ഊഹം വെച്ച് നോക്കി നോക്കാം. വെളിയിൽ വന്നേ എന്ത് ചെയ്യണം? EMF ലെവൽ 5 ഇല്ലായിരുന്നു. ഇനി അവരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി പോകാൻ പോകുന്നു. സ്പിരിറ്റ് ബോക്സ് ഇല്ലായിരുന്നല്ല, നീ എന്തൊക്കെ പറഞ്ഞല്ല. പിന്നെ എന്തിനായിരുന്നു ബാക്കിയൊന്നും നമ്മൾ നോക്കി വരില്ല. ഇല്ലേ അൾട്രാ വയലറ്റ് ഉപ്പ് കയ്യിലില്ല ഓപ്ഷനായിട്ട്. ഉപ്പുള്ള മുറിയിൽ മറ്റേ ഇതൊക്കെ ഇട്ട് നോക്കിയിരുന്നെങ്കിൽ കിട്ടിയാനേ കറക്റ്റ് സംഭവം. ഞാൻ ഒറ്റയ്ക്ക് ഇട്ട് നോക്കൂല, ഒന്ന് ചേർത്ത് നോക്കാം. ഉപ്പുള്ള മുറിയിൽ ഒക്കെ മറ്റേ ബുക്കും അത് ഇതൊക്കെ കൊണ്ടുപോയിടണമായിരുന്നു. അതിന്റെ സമയം തന്നില്ല. നമുക്കൊന്ന് പോയി ഇടാം, സമയം ഉണ്ടല്ലേ വാങ്ങി. നീ ഒന്നേന്ന് കയറി മറ്റേ ആ ബുക്കൊക്കെ അവിടെ കൊണ്ടുപോയിട്ടാണ്. ഇല്ല ഒന്നും ചെറിയടാ ഇങ്ങനെ ഇറങ്ങണ ലീവ് മാച്ച് കൊടുക്കണേ. ഇല്ല അല്ലെങ്കിൽ ഇറങ്ങണതിന് മുമ്പ് അല്ല ഗസ് ചെയ്തിട്ടെങ്കിലും പോ. ബുക്ക് കൊണ്ടിട്ട് അത് എഴുതുവാണോ ഒന്ന്? ബുക്ക് അത് മറ്റേ എഴുതിയ അതൊരു എവിഡൻസ് ആണ്, എഴുതിയില്ലെങ്കിൽ അത് എവിഡൻസ് അല്ല. എഴുതട്ടാ കൊണ്ടുവരട്ടാ? ഇത് ബുക്കും കൊണ്ടുവാ പെട്ടെന്ന് ബുക്കില്ലടാ അവിടെ. നീ ബുക്ക് എടുത്തോണ്ടേ? ബുക്കില്ല എന്റെ അവിടെ വീണെടുത്ത് കത്തെടുത്ത് കാണും. ബുക്കും കൂടെ വന്നിട്ടില്ല. ക്യാമറ ഓൺ ഏട്ടാ വീട്ടിലെ. മൈക്ക് പറവ ഓൺ ഓഫ് ആക്കിയ ഒരു സൗണ്ട് ഉണ്ടാക്കും. ആ പ്രിൻസ് പോയി ഏട്ടാ. ഫ്രണ്ട്സ് എവിടെ പോയി? Welcome back. There's some jobs ready for you. ഇത് യൂട്യൂബിലൊക്കെ മര്യാദയ്ക്ക് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഒരു ദിവസം. എന്നാലും ഇന്ന് ഇപ്രാവശ്യം പ്രാവുള്ള മുറി കണ്ടുപിടിച്ചു കേട്ടാ. ഫാൻറ്റോ എന്തിനും നോക്കിട്ട് ഇനി പോയാ അമ്മാനെ. Welcome back. I've prepared some jobs for you.